സൗദി അറേബ്യയിൽ മുമ്പ് ബിസിനസ് ചെയ്തിരുന്ന ആളുകൾക്ക് വാറ്റ് ഒരു പ്രശ്നമായിരുന്നില്ല. കാരണം വാറ്റ് ഉണ്ടായിരുന്നില്ല. സ്വന്തം സമ്പാദിക്കുന്ന പണം, ബിസിനസ് നടത്തുന്ന പണമാണെങ്കിലും അത് ആരെയും കണക്ക് ബോധിപ്പിക്കാതെ നാട്ടിലേക്കോ എങ്ങനെയാണെങ്കിലും ചിലവഴിക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. പക്ഷേ 5% വാറ്റ് വന്നതോടെ അതില്ലാതായി. പിന്നെ അത് 15% ഉയർന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ വാറ്റുള്ളത് സൗദി അറേബ്യയിലാണെന്ന്. ഒരിക്കലുമല്ല. GCCയിൽ ഏറ്റവും കൂടുതൽ വാറ്റ് സൗദി അറേബ്യയിലായിരിക്കും. പക്ഷേ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വാറ്റുള്ളത് ഹംഗറിയിലാണ്. 27% വാറ്റ്. അതുപോലെ ക്രൊയേഷ്യ, ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ എന്നീ രാജ്യങ്ങളിലൊക്കെ 25% വാറ്റുണ്ട്. പക്ഷേ അവിടെയുള്ള ഫെസിലിറ്റികളിൽ വ്യത്യാസമുണ്ടാവാം. പക്ഷേ നമ്മളിപ്പോൾ ഈ തീരുവ യുദ്ധകാലത്ത് ചർച്ച ചെയ്യുന്നത് അതല്ല. നമുക്കറിയാം ഇറക്കുമതി തീരുവയ്ക്ക് വേണ്ടിയിട്ട് ലോകത്ത് അമേരിക്ക ഈ ഒരു യുദ്ധത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. അപ്പോൾ തീരുവ ഇല്ലാതെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന രാജ്യങ്ങളുണ്ടോ? ഉണ്ട്. ഹോങ്കോങ് അതിൽപ്പെട്ടാണ്. ഹോങ്കോങ് പൂർണ്ണമായിട്ട് നമുക്ക് ഒരു രാജ്യമെന്ന് പറയാൻ പറ്റില്ല. ചൈനയുടെ ഒരു ഭാഗമാണ്. എന്നാലും ഹോങ്കോങ്ങിൽ ഒരു തരത്തിലുള്ള ഇറക്കുമതി തീരുവയും ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പ്രൊഡക്റ്റുകൾ വൻ ക്വാളിറ്റി ആയിരിക്കും. കാരണം അവർക്ക് അവിടെയുള്ള മാർക്കറ്റിൽ വിറ്റഴിക്കാൻ സാധിക്കില്ല. പുറമേക്ക് കൊണ്ടുപോകണം. കാരണം ഇങ്ങോട്ട് ഇറക്കുമതി തീരുവ ഒന്നുമില്ലാതെ, ഒരു കൺട്രോളും ഇല്ലാതെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഹോങ്കോങ്ങിൽ വരും. അതുകൊണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും അവിടെയുള്ള ആളുകൾക്ക്. പക്ഷേ ഇതിന് ഗവൺമെൻറ് നല്ല രീതിയിൽ സഹായങ്ങൾ ലഭിക്കും. പിന്നീട് ഇതുപോലെ ഇറക്കുമതി തീരുവ ഇല്ലാത്ത ഒരു രാജ്യമാണ് സിംഗപ്പൂർ. സിംഗപ്പൂരിൽ ഇറക്കുമതി തീരുവ ഇല്ല എങ്കിലും GST ഉണ്ട്. മിക്കവാറും പ്രൊഡക്റ്റുകൾക്കെല്ലാം 9% GST ഉണ്ട്. ഇതുകൊണ്ട് GSTയും ഇറക്കുമതി തീരുവയും തമ്മിൽ വ്യത്യാസം. ഇറക്കുമതി തീരുവ എന്ന് പറഞ്ഞാൽ അത് കൊടുത്തതിന് ശേഷം അത് തിരിച്ച് കിട്ടില്ല. പക്ഷേ GST എന്ന് പറഞ്ഞാലും വാറ്റ് എന്ന് പറഞ്ഞാലും ബിസിനസ്സുകാർക്ക് അതിൽ നിന്ന് വലിയ നഷ്ടമൊന്നുമില്ല. അത് തിരിച്ച് കിട്ടും. കണക്ക് ബോധിപ്പിക്കുമ്പോൾ അത് തിരിച്ച് ലഭിക്കുന്ന ഒരു സംഭവമാണ് GSTയും വാറ്റും. അപ്പോൾ ഇറക്കുമതി തീരുവ എവിടെയില്ല? പ്രധാനപ്പെട്ട രാജ്യമായ സിംഗപ്പൂരിലുമില്ല. പക്ഷേ ഇന്ന് സൗദി അറേബ്യയിൽ പല ആളുകളും വലിയ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. പ്രധാനമായിട്ടും വാറ്റിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബിസിനസ്സിൽ വലിയ നഷ്ടം സംഭവിക്കുന്ന ചെറുകിട ബിസിനസ്സുകാരുണ്ട്. പക്ഷേ വളരെ നല്ല രീതിയിൽ വാറ്റ് രജിസ്ട്രേഷനൊക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ വിൽക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ടാക്സ് നമ്മൾ വാങ്ങിയ സ്ഥലത്ത് കൊടുത്ത ആ വാറ്റ് നമുക്ക് തിരിച്ചു കിട്ടും. അതറിയാത്തതിൻ്റെ പേരിൽ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരുപാട് പ്രവാസി ബിസിനസ്സുകാരുണ്ട്. ചെറുകിട ബിസിനസ്സുകാരാണ് പ്രധാനമായിട്ടും. ഈ തീരുവ യുദ്ധകാലത്തും ഇറക്കുമതി തീരുവയില്ലാതെ ബിസിനസ് ചെയ്യുന്ന രാജ്യങ്ങളും ഇവക്കിടയിൽ വ്യത്യസ്തമായി നടക്കുന്നുണ്ട് എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വ്യത്യസ്തമായ മനുഷ്യരുള്ളതുപോലെ വ്യത്യസ്തമായ രാഷ്ട്രങ്ങളുണ്ട്, വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ. അവർക്കതിലൂടെ വിജയം കൊയ്യാനും സാധിക്കുന്നു.